സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, പിണറായി വിജയൻ വേണ്ട. പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയും പല ഭാഗത്തു നിന്നുള്ള ചർച്ചകളും പല ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും വിയോജിപ്പുകളുമൊക്കെ രേഖപ്പെടുത്തലുകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഭിപ്രായം. യോഗത്തിൽ എം വി ഗോവിന്ദനും വിമർശനം. ഭരണം പോയിട്ടും വീണ്ടും നേതാവാകുന്നത് ശരിയല്ലെന്നും വിമർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ഈ രീതിയിൽ പറയുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ഈ ഓപ്പോസിറ്റ് ലീഡർ എന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതായത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി, ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, എക്സാമ്പിളായിട്ട് ഇടതുപക്ഷത്തിന് തന്നെ ഞാൻ എടുക്കാം. ഇടതുപക്ഷം വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം ഓപ്പോസിറ്റ് ലീഡർ ആയിരിക്കുന്ന ഈ പറയുന്ന വലതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത്. എന്നാൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ? അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല, ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, ആ ഒരു പയ്യൻ്റെ തലയ്ക്ക് അടിയേറ്റ് മരണം സംഭവിച്ച സമയത്ത് അവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് KSU ഒക്കെ രംഗത്തേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടു. SFI മൗനം പാലിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ പിന്നീട് അതിന് ശേഷം വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവരൊന്നും ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെയും അതെന്തെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ കൂട്ട് പിടിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് വരുന്ന ലീഡർ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയാണ്. എന്തായാലും അങ്ങനെ തന്നെ നടക്കാൻ പോവുകയാണ്. അതിൽ പേടിയുള്ള, അങ്ങനെ ഒരു ഓപ്പോസിറ്റ് വരാൻ പോകുന്ന പിണറായി വിജയനാണെന്ന് അറിയുമ്പോൾ അതിൽ വിരളി പിടിക്കുന്ന കുറച്ച് ആളുകളാണ് ഇപ്പം മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കോൺഗ്രസിനെ ഏറ്റവും ഒരു സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. നമുക്കെല്ലാവർക്കും എടുത്തറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കർക്കശ സ്വഭാവക്കാരനാണ്, ധാർഷ്ട്യക്കാരനാണ്, ആരുടെയും മുന്നിൽ ചിരിക്കാത്തവനാണ്, ആരുടെയും മുന്നിൽ തല കുനിക്കാത്തവനാണ്, ഏകാധിപതിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രതിപക്ഷ നേതാവായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ അയാൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഈ പറയുന്ന അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്ത കാര്യം തന്നെയല്ലേ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴും കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ പേടി, എന്തിനാണ് ഇത്ര പേടിയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ തന്നെ അവരൊക്കെയോ കാശ് കൊടുത്തിങ്ങനെ വരുതിയിലാക്കി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവാവണ്ട, ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്, ഒരിക്കലും അയാൾ ആവാൻ പാടില്ല, കാരണം അയാൾ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്വീകാര്യത പോകുന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് കരയുന്ന CPM-ൻ്റെ നേതാക്കന്മാരോടും അല്ലെങ്കിൽ CPIM-ൻ്റെ നേതാക്കന്മാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കണ്ട 2 വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. കാരണം അത് കണ്ടിട്ട് പോകുന്നതിലായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നൊരു കാര്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി അയാൾ തന്നെ പറയണം. അത് വേറൊരു പാർട്ടിയാണ്, എന്നിട്ടും പുള്ളിക്കാരൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ പറ്റി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ പറ്റി പറയുന്ന ഒരു കാര്യം JJ കട്ട്സ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇവിടെ എത്ര ഏജൻസി വന്നു? കസ്റ്റംസ് ഇവിടെ വന്നു, അതുപോലെ തന്നെ ED ഇവിടെ വന്നു, CBI ഇവിടെ വന്നു, പിന്നെ എത്ര കേന്ദ്ര ഏജൻസികൾ വന്നു. എവിടെ ആ കേന്ദ്ര ഏജൻസി? ഇലക്ഷൻ കഴിഞ്ഞു, പിണറായി വിജയൻ ജയിച്ചു, വീണ്ടും മുഖ്യമന്ത്രിയായി. കള്ളക്കടത്ത് നടത്തിയെങ്കിൽ കേസ് പ്രൊസീഡ് ചെയ്യാം. ആ കേസിനൊരു അവസാനം കണ്ടെത്തണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി ED പിൻവാങ്ങി, കസ്റ്റംസ് പിൻവാങ്ങി, CBI പിൻവാങ്ങി. എന്നാ പിണറായി വിജയൻ വിട്ടോ? പിണറായി വിജയൻ അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. എൻ്റെ മോനെ, റോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നതാണ്. ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ്. പിണറായി വിജയൻ ഇങ്ങനെയുള്ള ED അന്വേഷണങ്ങൾ വന്നപ്പോഴും കസ്റ്റംസിൻ്റെ അന്വേഷണങ്ങൾ വന്നപ്പോഴും എന്താണ് പറഞ്ഞത്? മടിയിൽ കനമുള്ളവനെ റോഡിൽ അല്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. ഈ കൈകൾ ശുദ്ധമാണ്, ഈ കൈകൾ ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുത്തനെയും പേടിയില്ലാത്തതെന്നും അദ്ദേഹം തന്നെയാണ് തുറന്നു പറഞ്ഞത്. അതായത് ഒരു നേതാവായിരിക്കുന്ന സമയത്ത് അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴും തനിക്കെതിരെയും തൻ്റെ കുടുംബത്തിനെതിരെയും തൻ്റെ മക്കൾക്കെതിരെയും വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ കൈകൾ ശുദ്ധമാണെന്ന് എടുത്തു പറയാൻ കാണിച്ചൊരു മനസ്സ്, അല്ലെങ്കിൽ ഈ കൈകൾ ശുദ്ധമാണെന്ന് എടുത്തു പറഞ്ഞൊരു നേതാവ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ ചരിത്രത്തിൽ, കേരളത്തിൻ്റെയോ അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ആകെ പറയാൻ പറ്റുന്ന ഒരു പേര് പിണറായി വിജയൻ എന്ന് തന്നെയായിരിക്കും. ആ പിണറായി വിജയൻ തന്നെയാണ് ഇരട്ടച്ചങ്ങനെന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ പേരിട്ട് കൊടുത്ത പിണറായി വിജയനെ തന്നെയാണ് ഇന്ന് ഈ നന്ദികെട്ട കേരളത്തിലെ ജനങ്ങൾ വൃത്തികെട്ടവനെന്നും ഈ പറയുന്ന ഏകാധിപതിയെന്നും വളരെ മോശപ്പെട്ടൊരു വ്യക്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത്. എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നമുക്ക് പണ്ട് കേട്ടറിവുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, അതായത് പാലം കടക്കുവോളം നാരായണ,
പാലം കടന്നു കഴിഞ്ഞാലോ കൂരായണ. പാലം കടക്കുന്നത് വരെ അവർക്കൊരാൾ സഹായം വേണം. അവരുടെ തുണയായിട്ടും അവരെ ആശ്രയിച്ച് നിർത്താനൊക്കെ, അല്ല അവരെ ചേർത്ത് പിടിക്കാനൊക്കെ ഒരാൾ വേണം. ഇതെല്ലാം കഴിഞ്ഞാലോ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നല്ല എല്ലാ ആളുകൾക്കും കുട വേണം അല്ലേ? മഴ കഴിഞ്ഞാലോ ആ കുട ഒരു ഭാരമാണ്. അത് കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക, അത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ 100 കാര്യങ്ങളുണ്ടെങ്കിൽ 95 കാര്യങ്ങളും 95% കാര്യങ്ങളും എല്ലാം നടപ്പിലാക്കിയിട്ട് ജനങ്ങളുടെ മുൻപിൽ എല്ലാം ചെയ്തതിന് ശേഷം ചിരിച്ചു കാണിച്ചൊരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. റീൽസും റിയൽ ലൈഫും, അല്ലെ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ നോക്കി അറിയാൻ പറ്റും. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം ചിരിച്ച് കാണിച്ചുകൊണ്ട് എപ്പോഴും ആ വാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കാനും, മാധ്യമങ്ങൾ വന്ന് വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് പിന്നീട് മാറി നിന്നുകൊണ്ട് കഴുത്തറക്കുന്ന പരിപാടി ചെയ്യാനൊക്കെ അയാൾക്ക് വേണമെങ്കിൽ സാധിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യകതയില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ ഒരു മാസ്ക് വെച്ച മുഖം എനിക്ക് കാണിക്കേണ്ട, അല്ലെ മുഖം മൂടി അണിഞ്ഞ് എനിക്ക് നടക്കേണ്ട ആവശ്യകതയില്ല. ഇങ്ങനെയാണ് ഞാൻ, ഈ എന്നെ സ്നേഹിച്ചാൽ മതി, അല്ലെ ഈ എന്നെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ നടന്നിട്ടുള്ളത്. പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ധാർഷ്ട്യം അയാൾക്കുണ്ടെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ അത് പ്രായത്തിൻ്റെ ധാർഷ്ട്യമൊന്നുമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുത്തതിന് ശേഷം സന്തോഷിക്കാമെന്നുള്ളൊരു നിശ്ചയദാർഢ്യമാണ്. ആ നിശ്ചയദാർഢ്യത്തിൻ്റെയും കൃത്യനിഷ്ഠതയുടെയും എല്ലാം ഒരു പ്രതീകം തന്നെയായിരുന്നു ശ്രീ പിണറായി വിജയൻ സഖാവ് എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ED വരുന്നു, പല കാര്യങ്ങളൊക്കെ വരുന്നു. ഒരു കാര്യവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ പോരെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യകതയുണ്ടോ? അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയും, അങ്ങനെ ഒരു പേടി ഇല്ലാത്തത് കൊണ്ട് തന്നെയും വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് അതിനെല്ലാം ഫേസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും ഒരു കേസും ഒരാൾക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളിൽ ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചവന്മാരുടെയൊക്കെ അവസ്ഥ എന്താണ്? പലരും പെണ്ണ് വിഷയത്തിലും പല വിഷയങ്ങളിലും അകത്താണ്. ഇതെല്ലാം കഴമ്പില്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കഴമ്പുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ വയനാട്ടിലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. വയനാട്ടിലെ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം ഒരു റീലാക്കിയിരിക്കുകയാണ്. ഞാൻ ആ ഒരു വീഡിയോയുടെ നിങ്ങളിത് കാണിച്ചു തരാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ആശ്വാസ വാർത്തയായിട്ടാണ് ഇന്നലെ സർക്കാരിന്റെ ടൗൺഷിപ്പ് ഒരുങ്ങി എന്ന സന്തോഷ വാർത്ത പുറത്തുവരുന്നത്. ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇത് ശരിക്കും നിങ്ങൾ നോക്കേണ്ടത്, ആ വയനാട് ടൗൺഷിപ്പ് വലിയൊരു കുന്നിടിച്ച് നിരത്തിയിട്ട് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അവർക്കെല്ലാവർക്കും ആവശ്യമായിരുന്നത് ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് കയറി താമസം, വീട്ടിലേക്ക് ഹൗസ് വാമിംഗ് എന്നുള്ള ചടങ്ങ് വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് അഭ്യർത്ഥിച്ചത്. അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷമായിട്ടുള്ള ആളുകളും ആ പാർട്ടിയും നേടിക്കൊടുത്തിരിക്കുകയാണ്, അല്ലെ നടപ്പിലാക്കി കൊടുത്തിരിക്കുകയാണ്. അവരുടെ ആവശ്യം പോലെ തന്നെ എല്ലാ ആളുകളും ഒരുമിച്ച് ഒരേ സമയത്ത് ആ വീട്ടിലേക്ക് കയറി താമസിക്കുകയും എല്ലാവർക്കും ഒരു വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തുകയും ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്കും പോയി കാണണമെന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതും നമ്മൾ നേരിട്ട് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. മാധ്യമങ്ങൾ ഈ പറയുന്ന എലിയെ പുലിയാക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ പറയുന്നവരെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ചിന്തിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ആ വയനാട്ടിൽ നിന്ന് പോയി കണ്ടു നോക്കുക എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ പല വീഡിയോസും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. വയനാട്ടിലെ എന്തൊക്കെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതും എന്താണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൈത്രേയൻ പിണറായി വിജയനെ പറ്റി പറഞ്ഞൊരു വീഡിയോ കൂടി ഞാൻ കാണാനിടയുണ്ടായി. ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. പിണറായി വിജയന് ധാർഷ്ട്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അയാൾ മറ്റുള്ള മേഖലകളിലുള്ള അയാളുടെ വർക്ക് മോശമായേക്കുന്ന കാര്യമൊന്നുമല്ല. ജനാധിപത്യപരമായി അയാൾ പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. അത് ഇപ്പൊ തുടങ്ങിയ ഈയിടയ്ക്ക് ഈ മുഖ്യമന്ത്രി ആയപ്പോ തുടങ്ങിയതല്ല. MV രാഘവനെ ഞാനിത് കണ്ടിട്ടുള്ളതാണ്. നമുക്ക് അന്ന് പോയിട്ട് സംസാരിക്കാനൊക്കത്തില്ല. ഈ മനുഷ്യരുടെ ആ ധാർഷ്ട്യത ഞങ്ങൾ ശരിയാണെന്നുള്ള ഒരു ബോധ്യം ഉള്ള ഒരു പാർട്ടിയായിട്ട് അത് നിൽക്കുന്നുണ്ട്. ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് CP ജോൺ പറഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട്. MV രാഘവനെ ഇങ്ങനെ മാറിയിട്ട് ചിരിക്കുന്ന ഒരു പടം വെക്കാനായിട്ട് കോപ്പിയലക്ഷൻ ഇടന്ന് ചിരിക്കണ്ടേ? മറ്റേ സ്കൂളിലാണ് ട്രെയിൻഡ് ആയിട്ടായിരുന്നു ചിരിക്കാതിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. അവിടുന്ന് കുറച്ച് ചിരിക്കുന്ന പിണറായി വിജയന്റെ പടമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. താരതമ്യേന മെച്ചമാണ്. പണ്ടത്തെ അവസ്ഥയൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാലൊക്കെ അവരെല്ലാം മെച്ചമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത്
ഒരാളിലേക്ക് മാറുന്ന ഒരു അങ്ങനെയല്ല പാർട്ടി പറയുന്ന. ഇപ്പോഴും പിണറായി പ്രസംഗിക്കുന്നത് സംസാരിക്കുമ്പോൾ പാർട്ടി പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കുന്നതിനെ തന്നെ മുന്നേ നിർത്തി തന്നെ അവർ സംസാരിക്കുന്നൊക്കെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ പിണറായി മന്ത്രിസഭ, പിണറായി 1, 2, 3 എന്നൊക്കെ പറയും. ഇയാൾ തന്നെ ചോദിക്കുമ്പോ അങ്ങനെ പറയാം. അല്ലാതെ മൂന്നാമത്തെ അവര് LDF ജയിച്ചാൽ ആരായിരിക്കും ആകുന്നതല്ലേ ചോദിക്കുന്നത്. കണ്ടില്ല, മൈത്രേയൻ പറയുന്നത് പിണറായി വിജയന് ധാർഷ്ട്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പിണറായി വിജയന് ധാർഷ്ട്യമുണ്ട്. പക്ഷെ ആ ഒരു ധാർഷ്ട്യം കൊണ്ടൊന്നുമല്ല അയാൾ തോറ്റുപോയത്, അല്ലെ ഒരു പാർട്ടി തോറ്റുപോയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ ചിരിക്കുന്നുണ്ടോ ചിരിക്കുന്നില്ലയോ എന്നുള്ളൊരു കാര്യം നോക്കുന്നത്? ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരാൾ നിങ്ങളെ ചിരിച്ച് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്കെല്ലാം ചെയ്തു തരുമെന്നാണ് നിങ്ങളോട് ആരാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എവിടെയോ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് എല്ലാം ചെയ്തു തന്നിരുന്ന നല്ല കുറച്ച് ആളുകളെ അവഗണിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഞാൻ ആദ്യം കാണിച്ചില്ല വയനാടിൻ്റെ ഒരു വീഡിയോ. ആ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ഏറ്റവും നന്ദികെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഉത്തരം കേരളം. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? പലരും പറയുന്നുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ നന്ദികേട് കാണിച്ചതല്ല, വയനാട്ടിലെ ജനങ്ങൾ നന്ദികേട് കാണിച്ചതല്ല, ഇതെന്തൊക്കെയോ വല്ലാത്ത അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ, അതായത് പിണറായിസത്തിനെ അല്ല പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള ആ സഖാവിൻ്റെ പാർട്ടിയിലുള്ള ആളുകളടക്കം ഒരുപാട് ആളുകൾ തിരിമറികളും വൃത്തികേടും കാണിച്ചിട്ടുണ്ട്. അധികാരമോഹത്തിൻ്റെയോ പണത്തിൻ്റെയോ മറ്റെന്തിൻ്റെയൊക്കെയോ പ്രലോഭനങ്ങളിൽ വീണുകൊണ്ട് തന്നെയും ഈ പറയുന്ന വൃത്തികെട്ട പരിപാടികൾ കാണിച്ചപ്പോൾ ഇവർക്ക് എന്തോ വലുത് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ അട്ടിമറികൾ അന്വേഷിക്കപ്പെടണം. അത് അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? BJP അങ്ങ് ബീഹാറിലും UP-യിലും മറ്റ് പലയിടങ്ങളിലും ഒക്കെ ജയിച്ചത് വോട്ട് ചോരിയിൽ കൂടിയാണെന്നൊക്കെ പറയുകയുണ്ടായി. ഇനി അതേ സംഭവങ്ങൾ തന്നെ കേരളത്തിലേക്ക് ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും അതൊക്കെ വരും വഴിയെ നമുക്ക് കണ്ടറിയാം. എന്തായാലും പിണറായി വിജയൻ ആരുടെയും മുൻപിൽ ചിരിക്കാത്തവനാണ്, പിണറായി വിജയൻ വളരെ മോശപ്പെട്ടവനാണെന്നൊക്കെ പറയുന്ന ആളുകൾ അത് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കമ്മിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ചാനലിലുള്ള വീഡിയോസ്, മുൻപുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ട്. പല വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്തിനെപ്പറ്റി ആരെ പറ്റിയാണ് പറയാറുള്ളത് എന്നുള്ളത്. ജനങ്ങൾക്ക് എവിടെ നല്ലത് നടക്കുന്നോ, അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും നല്ലത് ചെയ്യുന്നുവോ ആ ആളുകളുടെ ഒപ്പം തന്നെ ഞാനും നിൽക്കും. കാരണം ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ആര് നല്ലത് ചെയ്യുന്നോ ആ ആളുകളെ പറ്റി മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് മോശമാണെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. എന്നാൽ അത് തെറ്റാണ്, എല്ലാം ചെയ്തു തന്നിട്ടുള്ള ആളുകളെ പറ്റി വെറുതെ അപരാധമാണ് പറയുന്നതെങ്കിൽ ഞാൻ അതിനൊപ്പം നിൽക്കില്ല. ആ തന്തയ്ക്ക് പുറക്കാഴിയൊക്കെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും ആ പാർട്ടിയെയും എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നാളെ ഇവർ കൊള്ളരുതായ്മ ചെയ്താൽ, തന്തയ്ക്ക് പുറക്കാഴിയെ ചെയ്താൽ അത് തന്തയ്ക്ക് പുറക്കാഴിക തന്നെയാണെന്ന് പറയാനായിട്ടും നമ്മളിവിടെ തന്നെ ഉണ്ടാവും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. പറ്റിയത് പറ്റി. ഇനി അത് സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും VD സതീശനാണ് പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെല്ലാം നല്ല രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യാൻ സാധിക്കട്ടെ. മറ്റുള്ള പ്രലോഭനങ്ങളിൽ വീണ് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാതെ കേരളത്തിലെ ജനങ്ങളുടെ ഹിതം അനുസരിച്ച്, അല്ലെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന നല്ലൊരു നേതാവായി മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.